ഹലോ ഫ്രണ്ട്സ്, ഫഹദ് ഫാസിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയ അന്യഭാഷാ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യ ചിത്രം 2017 തമിഴിൽ പുറത്തിറങ്ങിയ വേലക്കാരൻ. പോസിറ്റീവ് റിവ്യൂസ് നേടിയ ഈ ചിത്രം സാമ്പത്തികമായി മികച്ച വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ചിത്രം 2019 തമിഴിൽ തന്നെ പുറത്തിറങ്ങിയ സൂപ്പർ ഡീലക്സ്. പോസിറ്റീവ് റിവ്യൂസ് നേടിയ ഈ ചിത്രം സാമ്പത്തികമായി വലിയൊരു വിജയം നേടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല. മൂന്നാമത്തെ ചിത്രം 2021 തെലുങ്കിൽ പുറത്തിറങ്ങിയ പുഷ്പ ദി റൈസ്. പോസിറ്റീവ് റിവ്യൂസ് നേടിയ ഈ ചിത്രം ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. നാലാമത്തെ ചിത്രം 2022 തമിഴിൽ പുറത്തിറങ്ങിയ വിക്രം. പോസിറ്റീവ് റിവ്യൂസ് നേടിയ ഈ ചിത്രവും സാമ്പത്തികമായി വലിയ വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അഞ്ചാമത്തെ ചിത്രം 2023 തമിഴിൽ പുറത്തിറങ്ങിയ മാമനൻ. പോസിറ്റീവ് റിവ്യൂസ് നേടിയ ഈ ചിത്രം സാമ്പത്തികമായി വിജയിച്ച ഒരു ചിത്രമായിരുന്നു. ആറാമത്തെ ചിത്രം 2024 തമിഴിൽ പുറത്തിറങ്ങിയ വേട്ടയൻ. പ്രേക്ഷകരിൽ നിന്ന് മിക്സഡ് റിവ്യൂസ് നേടിയ ഈ ചിത്രം സാമ്പത്തികമായി വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏഴാമത്തെ ചിത്രം 2024 തെലുങ്കിൽ പുറത്തിറങ്ങിയ പുഷ്പ 2 ദ റൂൾ. ബോക്സ് ഓഫീസിൽ മിക്സഡ് റിവ്യൂസ് നേടിയ ഈ ചിത്രം സാമ്പത്തികമായി വൻ വിജയമായിരുന്നു നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഫഹദ് ഫാസിൽ അഭിനയിച്ച് ഡോൺ ട്രബിൾ ദ ട്രബിൾ എന്ന തെലുങ്ക് ചിത്രവും മാരീസൻ എന്ന തമിഴ് ചിത്രവുമാണ് റിലീസിന് കാത്തിരിക്കുന്നത്.